ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാത്തിനും എന്റെ ചേച്ചിയും പങ്കുകാരിയല്ലേ? എന്നെ ഇങ്ങനെ ആക്കി തീർത്തല്ലേ? അങ്ങനെ എന്നെ മാത്രം കുറ്റം പറയാണെന്ന് ഞാൻ സമ്മതിക്കില്ല. ആര് ചതിച്ചാലും ഇതിന്റെ അന്തിമ വിധി ഭീകരമായിരിക്കുമെന്നേ എനിക്ക് പറയാനുള്ളൂ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെ കൂടെ കിടക്കാവൂന്ന്? ഞാൻ ഇന്ന് സത്യയുടെയും വിഷ്ണുച്ചന്റെയും കൂടെ കിടക്കുന്നേ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? പപ്പി, നിന്നോട് ഞാൻ വരാനാ പറഞ്ഞത്. എടി, അവളിവിടെ കിടക്കുന്നെങ്കിൽ കിടക്കട്ടെ ശ്യാമേ. വേണ്ട, എന്റെ കൊച്ചു എന്റെ കൂടെ കിടന്നാ മതി. വാ പപ്പി. ഇല്ല, ഞാൻ വരൂല. പപ്പി, നല്ല ചുട്ട അടി തരും കേട്ടോ. വരാൻ. നിക്ക്. അവള് ഇവിടെ കിടക്കുന്ന വെച്ചാൽ കിടക്കട്ടെ. അവളെ പിടിച്ചോണ്ടാവണമെന്ന് ഞാൻ സമ്മതിക്കില്ല. പപ്പി ഇവിടെ കിടക്കട്ടെ ശ്യാമാന്റി. പറ്റില്ലെന്ന് പറഞ്ഞ പറ്റില്ല. പപ്പി, ദേ നീ വരുന്നുണ്ടോ ഇല്ലയോ? എന്തിനാ നിർബന്ധം പിടിക്കുന്നേ? അവര് ഇഷ്ടമുള്ളിടത്ത് കിടക്കട്ടെന്ന്. ഇതേ എന്റെ മോള, അവൾ എന്റെ കൂടെ കിടന്നാ മതി. പപ്പി, വാ ഇവിടെ വന്നേ. പപ്പി ഇവിടെ കിടക്കട്ടെ ശ്യാമാന്റി. എല്ലാവരും എല്ലാവരുടെ മക്കളല്ലേ, എന്തിനാ ഒരു വേർതിരിവ് കാണിക്കുന്നേ? ശാലിയുടെ കൂടെ കിടന്നാലും ശ്യാമയുടെ കൂടെ കിടന്നാലും എല്ലാം തുല്യമല്ലേ? നിങ്ങളുടെ അമ്മയുടെ മക്കളല്ലേ? ഈ പപ്പി സത്യൊക്കെ നിങ്ങളുടെ മക്കളും മോളും ഒക്കെ അല്ലേ? അല്ല, ഇതെന്റെ മോള് മാത്രം. എന്റെ മോള് മാത്രം. എന്റെയും രോഹിത്തിന്റെ മോളാ. എന്റെ പപ്പിക്ക് ഒരാളും അവകാശവാദമായിട്ട് വരണ്ട. വന്നോ വന്നോ ഞാൻ ചത്തുകളയും. നീ വാ. അമ്മ ഞാൻ ഇവിടെ കിടക്കാം. അമ്മ വിട്. ഇവിടെ അമ്മ വരാൻ. അമ്മ ഞാൻ ഇവിടെ മിണ്ടാതിരിക്ക് പപ്പി. കിടക്കാം. വാ ഇങ്ങോട്ട്. ഭഗവാനെ, ഇവരെന്തൊക്കെയാ ഈ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നേ? ഇവരാരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എനിക്കിപ്പോ. പ്രായമായതുകൊണ്ടാവും. എന്നാ പിന്നെ ഇപ്പൊ നിങ്ങൾ കിടക്ക്. ഇനി മറ്റൊന്ന് ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട. ചില സമയത്തെ നമ്മൾ തന്നെ നമ്മുടെ ശത്രുവാവും, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ശത്രുവാക്കും. അതെ, ബുദ്ധി കുറവുണ്ടാ. ബുദ്ധി വെക്കുമ്പം അതാനെ മാറിക്കോളും. കഷ്ടമായി പോയല്ലോ അച്ഛാ. പപ്പിയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായേനെ. ഞാനേ പപ്പിയുടെ അച്ഛനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. വേഗം കയറി കിടന്ന് ഉറങ്ങിക്കോണം. എനിക്ക് ഇവിടെ കിടക്കണ്ട. എനിക്ക് സത്യയുടെ കൂടെ കിടന്നാ മതി. സത്യയുടെ കൂടെ കിടന്നാ മതി. നീ ഇവിടെ കിടന്നോണം. നീ ഈ മുറിയിലാ കിടക്കേണ്ടേ, അല്ലാതെ ആ മുറിയിലല്ല കേട്ടോ. ശ്യാമേ, അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി കിടക്കട്ടെ. അച്ഛാ, ഇത് കണ്ടോ? എനിക്ക് സത്യയുടെ കൂടെ കിടന്നാ മതി. ഡീ വേണ്ട, ഞാൻ അതിന് സമ്മതിക്കില്ല. എന്റെ മോളാണെങ്കിൽ എന്റെ കൂടെ കിടന്നാ മതി. എനിക്കറിയാം ഇവിടെ വളർത്താനായിട്ട്. വേറൊരു പോറ്റമ്മയുടെ ആവശ്യം എന്റെ മുഖിപ്പ ഇല്ല.
അച്ഛാ എനിക്ക് സത്യയുടെ കൂടെ കിടന്നാ മതി. മിണ്ടാ നിക്കടി അവിടെ. അവിടെ ഒരു കിണുങ്ങല്. ശ്യാമേ, നീ ആരോടാ ഈ വാശി കാണിക്കുന്നേ? ഇത്തിരി ഇല്ലാത്ത ഈ കുഞ്ഞിനോടോ അതോ നിന്റെ ചേച്ചിയോടോ? ദേ, ആരോടാണെങ്കിലും ഇത് കുറച്ച് കൂടി പോകുന്നുണ്ട് ശ്യാമേ. ഇത്ര സെൽഫിഷ് ആവാൻ പാടില്ല. ഞാൻ ആവും. അതെ ദേ, അതെന്റെ മൂക്ക് വേണ്ടിയാ. നിന്റെ മോളോ? അതെനിക്കങ്ങ് മനസ്സിലായില്ല. രോഹിത്, വെറുതെ ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ വഴക്കിടണ്ട. മോളെ, മോള് കരയാതെ. എനിക്ക് അപ്പുറത്ത് കിടന്നാ മതി അച്ഛാ. ഡീ, നിന്റെ ആരാ അപ്പുറത്തുള്ള? ആരാ ഉള്ളെന്ന്? അതെ, എനിക്ക് അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. എനിക്ക് അവരുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ നിനക്കും ബന്ധമുള്ളൂ കേട്ടോ. എനിക്കിപ്പോ അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധം നിനക്കും വേണ്ട. മോളിങ് വന്നേ. ഇവിടെ നിന്നെ അമ്മയുടെ തടി വാങ്ങണ്ട. വാ പോ. രോഹിത്തെ, മോളെ അങ്ങോട്ടാണോ കൊണ്ടുപോകുന്നേ? അല്ല, ദാ മോളെ. മോളെ, മോൾ ഇവിടെ ഇരുന്ന് തൽക്കാലം ഗെയിം കളിക്കേ. പിടിക്കേ. എന്നിട്ട് നമുക്ക് ഉറക്കം വരുമ്പോ കിടക്കാം. മോള് കളിച്ചോ? എന്താ നീ പറഞ്ഞേ? നിന്റെ ചേച്ചിയോട് നിനക്ക് ഒരു ബന്ധവും ഇല്ല, അതുകൊണ്ട് പപ്പി മോൾക്കും ഒരു ബന്ധവും വേണ്ടെന്നോ? എടി, പപ്പിക്ക് ഇങ്ങനെ അർത്ഥം മുറിച്ച് കളയാൻ പറ്റുന്ന ഒരു ബന്ധമാണോ നിന്റെ ചേച്ചിയായിട്ടുള്ളത്? എടി പറയടി, ആണോന്ന്? നീ കുറച്ചു മുമ്പല്ലേ പറഞ്ഞേ പോറ്റമ്മയാകാൻ ആരും വരണ്ടെന്ന്? പോറ്റമ്മ നീയാ, ശാലിനിയെ പെറ്റമ്മയാ. പൊക്കിൽ കൂടി ബന്ധം അതങ്ങനെ വാക്കുകൾ കൊണ്ട് അർത്ഥം മുറിച്ച് കളയാൻ പറ്റുന്നൊന്നുമല്ല. അതിനൊരു സത്യമുണ്ട്, സത്യസന്ധതയുണ്ട്. എത്ര ഒളിച്ചു വെച്ചാലും അതൊരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും. പറയണ്ട, അമ്മ ആരാണെന്ന് ഒരിക്കൽ പപ്പി തിരിച്ചറിയും. അന്ന് നിന്നെ അവള് തള്ളി പറയുകയും ചെയ്യും. ഇത്രയും കാലം അവളെ അവളുടെ അമ്മയെ അകറ്റിയതിന്, സ്വന്തം അമ്മയെ ചേച്ചിയമ്മയെന്ന് വിളിച്ച് പഠിപ്പിച്ചതിന്, യഥാർത്ഥ അമ്മയുടെ സ്നേഹം അവൾക്ക് കിട്ടാൻ തടസ്സമായി നിന്നതിന്. അങ്ങനെ പറഞ്ഞു പോകാനാണെങ്കിലേ പറയാൻ എനിക്കുണ്ട് കാരണങ്ങളൊക്കെ. ഇതൊന്നും ഞാനായിട്ട് വരുത്തി വെച്ചല്ലോ. എല്ലാത്തിനും എന്റെ ചേച്ചിയും പങ്കുകാരിയല്ലേ. എന്നെ ഇങ്ങനെ ആക്കി തീർത്തയല്ലേ. അങ്ങനെ എന്നെ മാത്രം കുറ്റം പറയാണെന്ന് ഞാൻ സമ്മതിക്കില്ല. ആര് ചതിച്ചാലും ഇതിന്റെ അന്തിമ വിധി ഭീകരമായിരിക്കുമെന്നേ എനിക്ക് പറയാനുള്ളൂ.